യഹൂദിയായിരുന്നു, അയാൾ മുസ്ലിമായി. അങ്ങനെ അസ്ലമ റജുലുൻ മിനൽ യഹൂദി, യഹൂദികളിൽപ്പെട്ട ഒരാൾ മുസ്ലിമായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മുസ്ലിമായ മനുഷ്യന്റെ ഫദഹബ ബസറുഹു, ആ മനുഷ്യന്റെ രണ്ട് കണ്ണിന് കാഴ്ച മങ്ങിപ്പോയി, കാഴ്ച പോയി. അപ്പോൾ മാരുഹു, അയാളെ കച്ചവട ബിസിനസ്സോ ജോലിയൊക്കെ തകർന്ന് ആകെ പിടുത്തം വിട്ട് സാമ്പത്തികമായി വമ്പൻ ഇടിവ് സംഭവിച്ചു. സാമ്പത്തികമായി ഒക്കെ നഷ്ടപ്പെട്ടു, അയാൾ പാപ്പറായി. വലതുഹു, അയാളെ കുട്ടികളൊക്കെ അസുഖം കൊണക്കടുമായിട്ട് മരിച്ചും പോയി. അങ്ങനെ തശാഅമ മിനൽ ഇസ്ലാം, അപ്പം അയാൾ ഇങ്ങനെ ചിന്തിച്ചപ്പം ഇതൊക്കെ ഒരു ഇസ്ലാമിൻ്റെ ലക്ഷണക്കേടാണ് എന്ന് മൂപ്പര് മനസ്സിലാക്കി. ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ ജൂതനായി ഇങ്ങനെ ജീവിച്ച് പോന്നപ്പോൾ മുസ്ലിമായപ്പോൾ കുട്ടികളും മരിച്ച്, മുതലും പോയി, പൈസയും പോയി, ആരോഗ്യം പോയി, കണ്ണും പോയി, ആകെ പിടുത്തം പെട്ടല്ലോ എന്ന്. ഫഅതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അയാൾ നബിതങ്ങളുടെ അടുത്ത് വന്നിട്ട് പരാതിപ്പെടുകയാണ്. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അഖല്ലനി നബിയെ, ഇസ്ലാമിനെ പറ്റ പാപ്പറാക്കിട്ടോ, നിങ്ങളെ മതം, നിങ്ങളെ ദീൻ എന്നെ വല്ലാതെ ചുറ്റിക്കളിച്ചു, എന്നെ ചുറ്റിക്കളഞ്ഞു, പെയ്തെറിഞ്ഞു, എന്നെ ആകെ പാപ്പറാക്കിയിട്ടുണ്ട് ഇസ്ലാം. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ഏയ് അങ്ങനൊന്നും പറഞ്ഞു, ഇന്നൽ ഇസ്ലാം, ഇങ്ങനൊന്നും പറഞ്ഞുകൂടാ, ഇസ്ലാം ഉണ്ടാക്കുന്നില്ല. അപ്പൊ അയാൾ പറഞ്ഞു, ലം അസ്ബു മിൻ ദീനി ഹാദാ ഖൈറ, നിങ്ങളെ ഈ ദീനിക്ക് ഞാൻ വന്നപ്പോ, നിങ്ങളെ ഇസ്ലാമിക്ക് ഞാൻ വന്നപ്പോൾ ഒരു ഖൈറും എനിക്ക് കിട്ടിയില്ല കേട്ടോ, ഒരു കോണുമില്ല, ഇത് ഒരു കോണുമില്ലാത്ത മതാ. ബസ്വരി, എൻ്റെ കണ്ണും പോയി, ഇവ മാലി, എൻ്റെ മുതലും പോയി, ഇവ മാത്ത വലതി, എൻ്റെ കുട്ടി മരിച്ചും ചെയ്തു. പിന്നെ എന്താ ഇസ്ലാമിന് കിട്ടുക? ഒക്കെ ഇങ്ങോട്ട് വന്നത് മുതൽക്ക് എനിക്ക് ഒക്കെ എന്നും ഇടങ്ങേറ് തന്നെ, മുസ്ലിമായത് മുതൽക്ക് എന്നും എനിക്ക് ഇടങ്ങേറും ബുദ്ധിമുട്ടും പരായം തന്നെ, എന്താ ചെയ്യുക? ഇപ്പൊ കാല, അപ്പോൾ ഹബീബായ മുത്തു മുസ്തഫ നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു, യാ യഹൂദിയു, അൽ ഇസ്ലാമു റിജാൽ കമാ തുസ്ബുകുൻ നാറു ഖബതൽ ഹദീദ്, ഇരുമ്പിന്റെ കേടിനെയും തുരുമ്പിനെയും ഒക്കെ തീയത്ത് കാട്ടിയാൽ ആ തീ അതിനെ ശുദ്ധിയാക്കുന്ന പോലെ ഇസ്ലാം വിശുദ്ധമായ മതമാണ്. ആ മതം ഒരു മനുഷ്യനെ പൂർണ്ണമായി വൃത്തിയാക്കി ശുദ്ധിയാക്കി എടുക്കും. ഏത് ആയുധങ്ങളാണെങ്കിലും തീയത്ത് കാട്ടി പെരുങ്കലിനടുത്ത് കൊണ്ടുപോയാൽ ചൂടായത് അടിച്ചു പരത്തി ഉഷാറാക്കി മൂർച്ച കൂട്ടി തരുന്നു. അത് തീ വേണം, തീയത്ത് കിടക്കണം, വേകണം, ചൂടാകണം, എന്നാലേ അത് തിളക്കമുള്ളതായി മാറും. ആ ഇരുമ്പ് ശുദ്ധിയാക്കണമെങ്കിൽ, വൃത്തിയാക്കണമെങ്കിൽ, നന്നാക്കണമെങ്കിൽ ചൂടത്ത് കാണിക്കണം. അതെല്ലാ കാലത്തും ഉള്ളതാണ്. അത് മനുഷ്യനെ സംസ്കരിക്കുകയാണ്. വദ്ദഹബി വൽഫില്ല, സ്വർണ്ണവും വെള്ളിയൊക്കെ അങ്ങനെ തന്നെ തീയത്ത് കാട്ടി ഒരുക്കി നല്ല തീ ഉണ്ടെങ്കിൽ ആഭരണമാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇത് പറഞ്ഞപ്പോഴേക്ക് ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം ഒരായത്തുമായിട്ട് അപ്പിറങ്ങി. ഫനസലത്ത് ഹാദിഹിൽ ആയ, ഏതായത്തിറങ്ങാനേ എന്തെങ്കിലും ഒരു പശ്ചാത്തലം ഉണ്ടാവും, സാഹചര്യം ഉണ്ടാവും. അപ്പിറങ്ങിയ ആയത്താണെന്ത്? പരിശുദ്ധ ഖുർആൻ പറയാണ്, വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ ഫഇൻ അസ്വാബഹു ഖൈറുൻ തുമഅന്ന ബിഹി വഇൻ അസ്വാബത്ഹു ഫിത്നത്തുൻ ഇൻഖലബ അലാ വജ്ഹിഹി ഖസിറ ദുനിയാ വൽ ആഖിറ ذلك هو الخسران المبين. ഇതാണ്. ഇയാൾ മുർത്തദ്ദായി. ഇയാളെ പേരെന്തേനു? ഷൈബത്ത് ബിൻ റബിയ. അയാൾ മുസ്ലിമൊക്കെയായി. പിന്നെ നബിതങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ ഇങ്ങനെയൊക്കെ വിഷയം പറഞ്ഞ് അങ്ങനെ അയാൾ മുർത്തദ്ദായി, ഇസ്ലാം നിന്ന് പുറത്തുപോയി. അപ്പം അതാണ് വിഷയം. അപ്പം അള്ളാഹ് പറയാണ്, ഇവൻ ദുന്യാവും പോയി ആഖിറവും പോയി. കാരണം ഓരൊക്കെ മനസ്സിലാക്കിയത് നല്ല നിലയ്ക്ക് നിസ്കരിച്ച് ഖുർആൻ ഓതി ഇസ്ലാമിലായിട്ട് ജീവിക്കുകയാണെങ്കിൽ നല്ല സുഖയിക്കാരെന്നാ. അങ്ങനെയാണ് മനുഷ്യൻ മനസ്സിലാക്കിയത്. ഓർക്ക് ഇസ്ലാമായിട്ടൊരു ബന്ധമില്ല. അവരങ്ങനെ മനസ്സിലാക്കിയത്, എന്തെങ്കിലും ബുദ്ധിമുട്ട് അടങ്ങേറൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ഇസ്ലാം വന്നിട്ടൊരു കാര്യമില്ല എന്ന് അവർ ദുഷ്ടഗുണം കാണുകയും ചെയ്യും. ഒരേക്കാളും വലിയ നാശകാരികൾ മറ്റാരാണ്? ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ പശ്ചാത്തലവും ഈ ഹദീസും ഒക്കെ നമുക്ക് നൽകുന്ന വലിയ ഒരു സന്ദേശമുണ്ട്. നമ്മൾ പറയല്ലോ, നമ്മളിങ്ങനെ എത്ര ദ്വാരുന്നിട്ട് ഉത്തരം കിട്ടണില്ല, നമ്മൾ ദ്വാരുന്നിട്ട് ഉത്തരം കിട്ടാത്തതാണോ കിട്ടിയതാണോ കൂടുതൽ ആലോചിച്ച് നോക്കുക. എത്ര ദ്വാരുന്നിട്ട് കിട്ടണില്ല, കൊണക്കട് മാറാൻ, അസുഖം സുഖപ്പെടാൻ, ഒക്കെ കൂടി ദ്വാരുന്നിട്ടും പള്ളിയിൽ നിന്ന് ജുമാക്ക് ദ്വാരിപ്പിച്ചതൊക്കെ രോഗി മരിച്ചുപോയി. ഇപ്പം നമ്മൾ ചിന്തിക്കണത് എന്നാൽ നമ്മൾ 5 വക്ത് നിസ്കാരത്തിൽ ദ്വാരക്കണം, എന്താ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണേ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം,
നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണേ നമ്മൾ ദ്വാരിക്കണേ. നേരായ മാർഗം ഏതാ? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്ത ആൾക്കാരുടെ വഴി. അനുഗ്രഹം ചെയ്ത ആൾക്കാർ ആരാന്ന് മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ഫഉലൈക മഅൽ ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ, അമ്പിയാക്കൾ, നബിമാരൊക്കെയാണ് അള്ളാഹു അനുഗ്രഹം ചെയ്ത ആൾക്കാർ. അപ്പൊ ഫാത്തിഹയിൽ നമ്മൾ ദ്വാരക്കണം എന്താ? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരായ അമ്പിയാക്കളുടെ അതേ റൂട്ടിക്ക് ഞങ്ങളാണ് ആക്കി തരണേ. അമ്പിയാക്കളുടെ റൂട്ട് ഏതാ? ആലോചിച്ച് നോക്കി. ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ റൂട്ടാണെങ്കിലും, ഈസാ നബി ഇസ്ലാമിന്റെ റൂട്ടാണെങ്കിലും, മൂസാ നബി അലൈഹി സ്വലാം ആണെങ്കിൽ, അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ഒക്കെ ഇടങ്ങേറും പ്രയാസം ബുദ്ധിമുട്ടും പരീക്ഷണങ്ങളും ഇടങ്ങേറൊക്കെ തന്നെ. അപ്പൊ അവരെ റൂട്ടിക്കാക്കി തരണ എന്താ? ഞങ്ങളെ ഇടങ്ങേർക്കാക്കി തരണേന്നാ. പിന്നെ ആരാ പറഞ്ഞത് അയാൾക്ക് ഉത്തരം കിട്ടണില്ല? നന്നായി കിട്ടുന്നുണ്ട്, അയാൾക്ക് ഉത്തരം കിട്ടിക്കൊണ്ടേ നിൽക്കുകയാണ്. പിന്നെ ഏറ്റവും അള്ളാഹു അനുഗ്രഹം ചെയ്ത നബി ആരാ? നമ്മളെ നബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ര ഇടങ്ങേറും ബുദ്ധിമുട്ടും കുരുമാരും ഉണ്ടായത് വേറെ ഒരു നബി ഇല്ലല്ലോ. അന്നേരം പറഞ്ഞില്ലേ പേരക്കുട്ടീനൊക്കെ ഹുസൈൻ തങ്ങൾ പറഞ്ഞു 1.5 വയസ്സായ കുട്ടീനെ വെള്ളം കൊടുക്കുക. അങ്ങനെ മാറ്റി കടത്തിയാൽ ഞങ്ങൾ കൊടുത്തോളാം, നിങ്ങൾ പോയിക്കോളി, ഞങ്ങൾ കൊടുത്തോളാം ശത്രുക്കളോട്. ആ കുട്ടിയല്ലേ ഞങ്ങൾ കൊടുത്തോളാം, നിങ്ങൾ മാറിക്കും, ഞങ്ങൾ കൊടുത്തോളാം. അപ്പൊ എൻ്റെ കുട്ടിക്ക് ഒരു വെള്ളം കൊടുക്കുന്ന നിലക്കാണ് 1.5 വയസ്സായ കുട്ടിയാണ് മാറ്റി അവിടെ കടത്തി അപ്പുറത്തേക്ക് മാറി. അപ്പൊ വെള്ളമല്ല കൊടുക്കണത്, തൊള്ള കമ്പയ്യ, അങ്ങനെ കൊല്ല. ആലോചിച്ച് നോക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ? അള്ളാഹു തആല ഏറ്റവും നിഅമത്തും അനുഗ്രഹം ചെയ്ത് റസൂലുള്ളാഹിക്ക്, ആ നബിതങ്ങളെ വഴിയാണ് ഈ ഇടങ്ങേറും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ സഹിക്കുക എന്നുള്ളത്. നമ്മൾ 5 വക്ത് ചോദിച്ച് വാങ്ങുകയാണ് ഈ ഇടങ്ങേറ്. പിന്നെ ദ്വാരക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് നമ്മളെ വിവരക്കേട്. ദ്വാരക്കിന് ഉത്തരാണ് ഈ കാണുന്നതൊക്കെ. ഇടങ്ങേറും പ്രയാസവും ബുദ്ധിമുട്ടും മാനസിക സംഘർഷങ്ങളും പൈസ പണമൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ അല്ലായ്മ ഒക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ അല്ല, എന്തെങ്കിലുമൊക്കെ ഒരു ഇടങ്ങേറുണ്ടാവും. എന്തെങ്കിലും പോരായ്മകളില്ലാത്ത ആരുമില്ല. അതാണ്. അപ്പൊ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ വഴികളിലേക്ക് ഞങ്ങളെ നയിക്കണേ എന്ന് പറഞ്ഞാല് അത് അമ്പിയാക്കളുടെ വഴിയാണ്. നീ അനുഗ്രഹം ചെയ്തവരുടെ വഴിയിലേക്ക് നയിക്കണേ. അവരെ വഴിയിൽ പെട്ടതാണ് കുണ്ടും കുഴി ഇടങ്ങേറും പ്രയാസമൊക്കെ. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? ഒക്കെ ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, രോഗം ഉണ്ടാവും, പെട്ടെന്ന് മരിപ്പുണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട അങ്ങനെയാണ്. നേരെ മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറെ ഒക്കെ റെഡി ആക്കാറും, നിസ്കരിച്ച ഒക്കെ റെഡി ആക്കാറും, ഒക്കെ സുഖമായിരിക്കും. അതാണ് ഇപ്പൊ ഇയാൾക്ക് പറ്റിയത്. ഇയാൾ ഇസ്ലാമിനെ പോകാൻ കാരണം അതാ. അയാൾ ദുശഗുണം കണ്ടു, ലക്ഷണക്കേടായി കണ്ടു ഇസ്ലാമിനെ. നമ്മളിതൊക്കെ പുറത്ത് പറയില്ലാന്നുള്ളൂ, നമ്മുടെ ഉള്ളൊരു പല അവസ്ഥയുള്ളത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വലിയ കാര്യമൊന്നും കിട്ടണില്ലല്ലോ. എൻ്റെ അഞ്ച് അങ്ങനെയൊക്കെ ആയിട്ട് മരിച്ചോയില്ലേ, എല്ലാത്ത ഇടങ്ങേറായി അഞ്ചൻ, അങ്ങനെയൊക്കെ ഇടങ്ങേറായി കടന്നു. എൻ്റെ വാപ്പി അങ്ങനെ തന്നെ, ദ്വാരക്കുന്നൊരു കുറവുമില്ല, ദ്വാരക്കായില്ല, ഓത്തും പാട്ടും അതിനൊന്നും ഒരു കുറവുമില്ല. എന്താ അറിയില്ല. ഇതാ നമ്മൾ പറയാം, ഇത് നമ്മൾ ചോദിച്ചു വാങ്ങിയതാണ്. പ്രായപൂർത്തിയായവർക്ക് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, ദുർഘടമായ വഴികൾ താണ്ടിയ പ്രവാചകന്മാരുടെ ദുർഘട വഴികളിലേക്ക് ഞങ്ങളെ നയിക്കണേ എന്നതിൻ്റെ അർത്ഥം. പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഇടങ്ങേറുകളിലൂടെയും കടന്നുപോയ മുൻഗാമികളായ പ്രവാചകന്മാരുടെ ഇടങ്ങേറിലേക്ക് ഞങ്ങളെ കടത്തണേ എന്ന അതിൻ്റെ ആന്തരികമായ ഒരർത്ഥം. അങ്ങനെ മനസ്സിലാക്കിയാൽ പ്രശ്നം ഇവിടെ തീർന്നു. അത് നമ്മൾ ഇതൊക്കെ ഉത്തരണ്ട്, ആരിടങ്ങേറാണ്ട. ഇങ്ങനെ അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് പിന്നെ ഇവിടെ ബുദ്ധിമുട്ട്. അതാണ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറയുന്നത്. പക്ഷെ ഈ തലത്തിലേക്ക് എത്താൻ നമുക്ക് പ്രയാസമാണ്. നമ്മൾ ഈ മനസ്ഥിതിയിലേക്ക് എത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കിയത് ഞാൻ എപ്പോഴും പറഞ്ഞ അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കടങ്ങളൊക്കെ ഉണ്ട് തീരുക, രോഗങ്ങളൊക്കെ ഉണ്ട് തീരുക, കുട്ടികളില്ലാത്ത കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ കുട്ടികളാണ്ട് ഉണ്ടാകുക, വണ്ടി ഇല്ലാത്തവർക്കൊക്കെ വണ്ടി ഉണ്ടാകുക, പേരൊക്കെ എല്ലാവർക്കും ഉണ്ട് ഉഷാറാകുക. ഇങ്ങനെ വ്യവസ്ഥിതികളൊക്കെയാണ് മാറിക്കിട്ടലാണ് അനുഗ്രഹം എന്നാ? നോ, അല്ല. ഈ വ്യവസ്ഥിതികളുടെ മാറ്റമല്ല അനുഗ്രഹം, നമ്മുടെ മനസ്ഥിതിയുടെ മാറ്റമാണ് അനുഗ്രഹം. നമ്മളിപ്പോൾ നിൽക്കുന്നിടത്താണ് എൻ്റെ ഐശ്വര്യം എന്ന് മനസ്സിലാക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തുക. മനസ്ഥിതിയെ മാറ്റലാണ് മുഅ്മിന് വേണ്ടത്, വ്യവസ്ഥിതിയെ മാറ്റലല്ല. നമ്മുടെ നോട്ടങ്ങളൊക്കെ വ്യവസ്ഥതകളിലേക്കാണ്, മനസ്ഥിതിയിലേക്ക് നോക്കി അതിന് അല്ലാഹു മാറ്റിക്കൊടുക്കുക. നിങ്ങളെ പരിശോധിച്ച് നോക്കി. അമ്പിയാക്കന്മാരുടെ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ മുസ്ലിം ആകാൻ എന്താ ശ്രദ്ധിക്കേണ്ടത്? എടാ ഞങ്ങൾക്ക് നിങ്ങളെ സ്നേഹമുണ്ട് നബിയെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ പൊന്നാര മോനെ, എനിക്ക് ഇസ്ലാമിനോടും എന്നോടും അള്ളാഹിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മലൻ്റെ മുകളിൽ നിന്ന് അടിയേക്ക് വെള്ളം ഒലിച്ചിന മാതി പ്രയാസങ്ങളും കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ എൻ്റെ അനിലേക്ക് വരുന്നില്ല എന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നോ കേട്ടോ. ഈ മുസ്ലിം ആകുകയാണെങ്കിൽ എന്നെ വല്ലാതെ സ്നേഹിക്കുകയാണെങ്കിൽ മലൻ്റെ മുകളിൽ നിന്ന് അടിയേക്ക് വെള്ളം വരുന്ന മാതി നിന്നിലേക്ക് വിഷമങ്ങളും പ്രയാസം വന്നുകൊണ്ടേയിരിക്കും.
അതാണ് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്പിയാക്കന്മാരെ കൂട്ടത്തിൽ ഏറ്റവും ലാസ്റ്റ് സ്വർഗത്ത് കിടക്കലാരാ? ഒരു തെറ്റ് പോലും ചെയ്യാത്ത സുലൈമാൻ നബി അലൈഹി സ്വലാം. ഒരു തെറ്റ് അമ്പിയാക്കന്മാർക്ക് ആർക്കും തെറ്റ് സംഭവിക്കൂല. അവർ മാസൂമീങ്ങളാണ്, പാപ സുരക്ഷിതർ എന്ന് പറയും അർത്ഥം. ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാർ, ഒരു ചെറിയ തെറ്റ് പോലും ഒരിടത്തും ഉണ്ടാവില്ല, ഒരു തെറ്റും ഉണ്ടാവില്ല. ഹറാമ് പോയിട്ട് കറാത്ത് പോലും ഉണ്ടാവില്ല, ഖിലാഫുൽ പോലും ഉണ്ടാവില്ല, ഒരു കറാത്ത് പോലും ചെയ്യാത്ത ആൾക്കാരാണ് ആ അമ്പിയാക്കന്മാർ. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം ഖുർആനിൽ എത്രയോ പേര് പറയപ്പെട്ട വലിയ മഹാൻ. അദ്ദേഹം സ്വർഗത്തേക്ക് ലാസ്റ്റാ കടക്കുക. കള്ളുടിച്ചോണ്ടല്ല, വ്യഭിചരിച്ചോണ്ടല്ല, പിന്നെന്താ പലിശ ഒന്നോണ്ടോ കൊന്നോണ്ടോ നുണറിഞ്ഞോണ്ടോ ഒന്നുമല്ല. പിന്നെ ഭൗതിക സുഖങ്ങൾ ഒരുപാട് ആസ്വദിച്ചു, അത്രേ ഉള്ളൂ. തെറ്റുമല്ല, അമ്മ കൊടുത്തുവാണ്, അനുവദിച്ചതുമാണ്, ഹറാമൊന്നും ചെയ്തിട്ടില്ല, ഹലാൽ തന്നെ, ഒക്കെ ഹലാലാണ്. പക്ഷെ ഭൗതികമായ ലോകത്ത് അധികാരങ്ങളും സാമ്പത്തിക സമൃദ്ധിയും ഐശ്വര്യവും സുഖങ്ങളും അനുഗ്രഹങ്ങളും ധാരാളം കൂടി നില്ലുകൊണ്ട് സ്വർഗത്തേക്ക് ലാസ്റ്റ് കിടക്കും, മറ്റുള്ള പ്രവാചകന്മാരൊക്കെ കടന്നിട്ട്. അപ്പൊ ഇവിടെ കിട്ടാത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് അതാണ് അനുഗ്രഹങ്ങളെന്ന് ബോധ്യപ്പെടും. അവിടെ ചൊല്ലുമ്പോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞ ഈ ആയത്തിറങ്ങാനുണ്ടായ സംഭവം, ഈ ഹദീസ് ഇറങ്ങിയതൊക്കെ എത്ര കൃത്യമാണ്. ഈ ഒരു അറിവിലൂടെയാണ്, ഇൽമിലൂടെയാണ് നമ്മൾ ഈമാനെ വർദ്ധിപ്പിക്കാൻ കഴിയുക കേട്ടോ. അപ്പോൾ ഈമാൻ വർദ്ധിക്കുള്ളൂ. ഇതാണ് ഇൽമ്. ഖുർആനും ഹദീസും, ബുഖാരിയുടെ ഹദീസ്, പരിശുദ്ധ ഖുർആന്റെ ആയത്ത്, ഇതൊക്കെ വെച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈമാൻ വർധനപ്പെട്ടുള്ളൂ. അതാണ് യസീദുന ഈമാൻ എന്ന് പറഞ്ഞത്. ഈമാൻ വർദ്ധിക്കാൻ, ഈമാൻ യസീദു യൻഖുസു എന്നല്ല, ഈമാൻ അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലെങ്കിൽ നമുക്ക് അമലുകളൊക്കെ ഉണ്ടാവും, അമലുകൾക്കൊന്നും ഒരു കുറവുണ്ടാവില്ല, ഈമാൻ വർദ്ധിക്കുകയും ഇല്ല. ഈമാൻ വർദ്ധിക്കണമെങ്കിൽ അമലുകളുടെ ആധിക്യം പോരാ. നമ്മൾ പറയും ഇപ്പോൾ ഭയങ്കര തെക്കുവേണം, എപ്പോഴും നിസ്കാരമാണ്, അതുകൊണ്ട് അയാൾക്ക് ഈമാൻ വർദ്ധിച്ചോളണമെന്നില്ല. ഈമാൻ വർദ്ധിക്കുകയാണെങ്കിൽ എന്താ വിഷയം? കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞില്ല, മൂസാ നബി പറഞ്ഞ ഈമാൻ വർദ്ധിക്കുന്ന അടയാളം ടെൻഷൻ ഇല്ലാത്ത അവസ്ഥ, എന്ത് അടഞ്ഞോറും പരാതി എന്ത് വന്നാലും ഹാപ്പി ആവുക എന്നുള്ളതാണ്, അള്ളാഹുവിൻ്റെ ഖലായിൽ തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. അതാണ് ഈ ഹദീസ് ആയത്തൊക്കെ നൽകുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.